അവധി ദിവസം തന്നെ മൂന്നാറിലേക്ക് പോയി അവിടുത്തെ റോഡിൻ്റെ ബ്ലോക്കിൽ പെട്ട് ലാസ്റ്റ് നമ്മളിപ്പോൾ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട. സംഗതി ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെങ്കിലും ഒരാൾക്ക് കയറുന്നതിന് പൈസ 100 രൂപ ടിക്കറ്റ് ഉണ്ട്. കുട്ടികളാണെങ്കിൽ 50 രൂപയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് ഉള്ളിലേക്ക് കയറിട്ടോ. നല്ല തിരക്കാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും ചെറിയൊരു മഴയുടെ ചാൻസും കൂടെ നല്ല രീതിയിൽ കാണുന്നുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ പൂക്കളും പിന്നെ അത് പോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന അമ്മയും. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഏത് പൂക്കൾ കണ്ടാലും കുറച്ച് അട്രാക്ഷൻ കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും ഫോട്ടോ എടുത്ത് കൂട്ടുകയാണ് ഞാനും അമ്മയും. അതിനിടയ്ക്ക് ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട്. കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തിട്ടു. അപ്പോൾ നമുക്ക് സൈഡിൽ ഇങ്ങനെ ചെറിയ കൂടാരം പോലെയൊക്കെ ചില സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് അതിനകത്ത് കയറി നമ്മളങ്ങ് രക്ഷപ്പെട്ടു. കൊടയും വടിയൊന്നും ഇല്ലാതെയാണ് ഗസ് ഇങ്ങോട്ട് വന്നത്. ഈ സമയത്ത് മഴ പെയ്യുന്നത് നമ്മൾ വിചാരിച്ചില്ലല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് മഴ തോർന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലം കൂടെ കാണണ്ടല്ലേ. എന്തായാലും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. പിന്നെ ഏതായാലും ചെറിയ മഴ കുറയുന്നതിനനുസരിച്ച് കുറച്ച് സ്ഥലത്തേക്കൊക്കെ ചെന്ന് പിന്നെ മഴ പെയ്യുമ്പം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കയറിക്കൊണ്ട് നമ്മളിങ്ങനെ ഇത് കണ്ട് നടക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് കയ്യിലുണ്ടായിരുന്ന ഒരു തൊപ്പി എടുത്ത് തലയിലും വെച്ച് കുറച്ചൊക്കെ ചാറ്റ് മഴ കൊള്ളാമെന്ന് കരുതി. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കാണുമ്പോൾ മഴ കൊണ്ടാലും കുഴപ്പമില്ല, ഫോട്ടോ കിട്ടിയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത്. ഞാൻ പഠിപ്പിച്ചത് ഇത് ഡാലിയ കേട്ടോ. അത് വിരിഞ്ഞു വരുന്നു, ഇതൊക്കെ വിടർന്നു, ഫുള്ള് വിടർന്നു. ധാരാളം പൂക്കൾ കാണുന്നുണ്ട്. ഓരോന്നിൻ്റെ പേരൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഞാൻ. എന്താണോ ഞാൻ അങ്ങനെയാണ്. പല ഗാർഡനിൽ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പല പൂക്കളും ഇവിടെ ഉണ്ട്. പക്ഷേ എല്ലാം കാണാൻ ഒരു വെറൈറ്റി കേട്ടോ. ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഒരു കുടം പോലെ ഇരിക്കുന്ന ഒരു ചെമ്പരത്തിയാണോ എന്നറിയില്ല, കുടം പോലെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ നടന്നു കയറി ചെന്നപ്പോഴാണ് ഒരു ഐറ്റം കണ്ടത് കേട്ടോ. നല്ല അടിപൊളി ഒരു ആന. നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. ആൾ ചെവിയൊക്കെ ആട്ടുന്നുണ്ട്. ആർക്കൊരു അപകടവും ഇല്ല. ഇങ്ങനത്തെ ഒക്കെ ആനയാണെങ്കിൽ എന്ത് രസമുണ്ടാവില്ലേ. അതെല്ലാം കണ്ട് കുറച്ചിട്ട് നിന്ന് ഇതിലൊന്നും തൊടാൻ പാടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് മറ്റൊരു മൂലയിലോട്ട്. ഇവിടെ പിന്നെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ചെടിയാണല്ലോ. എന്നെക്കാളും ചെടികളോടും പൂക്കളോടും ഭ്രാന്ത് അമ്മയ്ക്ക് ഇച്ചിരി കൂടുതലായതുകൊണ്ട് തന്നെ അമ്മ കുറച്ചധികം പോസുകൾ ഇറക്കുന്നുണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും നല്ല ലൈറ്റുകളും കൂടെ ഇട്ടപ്പോൾ ഈ ഒരു ഗാർഡൻ്റെ ഭംഗി കുറച്ചും കൂടെ അങ്ങോട്ട് കൂടിയിട്ടോ. പിന്നെ മഴയും പെയ്തു, കുറച്ച് തണുപ്പും കൂടെ കൂടി വരുന്നുണ്ട്. എന്തായാലും ഇരുട്ടുന്നതിന് മുന്നേ മഴയൊക്കെ മാറി കിട്ടിയത് ഭാഗ്യം. മൂന്നാറിലേക്ക് നമ്മളൊരു അവധി ദിവസം ഇറങ്ങി പുറപ്പെട്ട് തന്നെ ആകെ ബ്ലോക്കും തിരക്കുമായിട്ട് പെട്ടെടുക്കായിരുന്നു. അതിൻ്റെ കൂടെ ഒരു മഴയും കൂടെ ആയപ്പോൾ തന്നെ ആകെ ശോകമുഖം അവസ്ഥയായി പോയി ഗൈസ്. ഓരോ പൂക്കൾ കാണാനും ഭയങ്കര ഭംഗിയാണ്. അതിൽ ചില പൂക്കളൊക്കെ ഈ സന്ധ്യ നേരമായി ലൈറ്റൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് നേരിട്ട് കാണുന്ന കളറല്ല കേട്ടോ ഫോട്ടോയിൽ എടുക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നത്. എന്തോ വൈകുന്നേരത്തെ ഈ ഒരു കാഴ്ച ഇതൊക്കെ കണ്ടെടുക്കാൻ നല്ല രസമാണ്. പക്ഷേങ്കിൽ നല്ല ആൾക്കൂട്ട തിരക്കിനിടയിൽ കൂടെയാണ് ഇതൊക്കെ ഉള്ളത്. പിന്നെ നല്ല ഭംഗിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തരും പൂക്കൾ പറിക്കുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ശ്രദ്ധിക്കാനായിട്ട് സെക്യൂരിറ്റി ഇതിനിടയിൽ കൂടെ ഒക്കെ നടക്കുന്നുമുണ്ട്. ഈ ഒരു ലൈറ്റ് സെറ്റപ്പിലൂടെ നടക്കാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. നല്ലപോലെ വീഡിയോസൊക്കെ എടുത്തു. പക്ഷേങ്കിൽ നമ്മൾ വിചാരിച്ച അത്രയും ഭംഗിയിൽ അങ്ങോട്ട് വീഡിയോയ്ക്ക് അത്ര ഔട്ട്പുട്ട് കാണുന്നില്ല. മിക്കവാറും അത് എടുക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം കേട്ടോ. മറ്റുള്ളവരുടെ ഫോണിലൊക്കെ കാണുമ്പോൾ അവർ കുറച്ചുകൂടെ ഭംഗിയിൽ എടുക്കുന്നവർ തോന്നുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇന്ന് വൈകുന്നേരം 7:30 ഇവിടെ ഒരു മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൈൻ. അപ്പോൾ അതും കൂടി കണ്ടാൽ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ചേർക്കുന്നുണ്ട്.
നാടൻ അഴകേ വേണ്ട നാണം തീരെ വേണ്ട നീ മിന്ന ചാഞ്ഞ കയ്യിൽ മിന്നമ്മ കത്തും നോപ്പം കൊള്ളാം നിന്നറയാട്ടം കൊള്ളാം രൂപം കണ്ണിൽ വെട്ട 100 ബോട്ടിൽ കിക്കമ്മ ചൂടാറും മുമ്പേ ഞാൻ സക്ക పోతరాజూగినట్టు కెర్రు సెప్పు వేసుకొని కర్ర సాము చేసినట్టు మన్ని సొట్టు నీడలోన కుర్ర గుంపు కూడినట్టు ఎర్ర జొన్న రొట్టెలోన మిరప తొక్కు కలిపినట్టు నా పాట చూడు నా పాట చూడు నా పాట చూడు నాటు 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 మీద నాటు 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 పూల నాటు 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 పచ్చి మిరపలాగా పిచ్చ నాటు 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 పిచ్చు కత్తిలాగా వెర్రి నాటు. But enough of this nonsense! You two out! No, Jake, I've had enough of your bullying. Oh, പിന്നെ ആര് കാണുന്നത് പിന്നെ ആര് നോക്കി വെച്ചല്ലോ അടിയാണ് ഈ കാണുന്നത്
പക്ഷേ എനിക്ക് അതുകൊണ്ട് തോന്നില്ല. കാരണം സൗണ്ടൊക്കെ എന്ത് രസമായിട്ട് ചെയ്യണേ. സൗണ്ട് കൊടുക്കുമ്പോൾ ആൾക്കാരെ സൗണ്ട് വെച്ച് അങ്ങനെ നല്ലൊരു അടിപൊളി വാട്ടർ ഫൗണ്ടൻ കണ്ടു. ഈ ഗാർഡനിൽ കയറിയതിൽ ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ട് തോന്നിയത് ഇതായിരുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ട ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. നല്ല തണുപ്പാണ്. അപ്പോൾ ഈ തണുപ്പത്ത് നല്ല ചൂട് കോഫി വാങ്ങിച്ച് ഊതി ഇത് കുടിക്കുകയാണ്. അവിടെ നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ല, പക്ഷേങ്കിൽ നല്ല അടിപൊളി കോഫി നല്ല തണുപ്പത്ത് കുടിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. ഇനി നമ്മൾ നേരെ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോം സ്റ്റേയിലേക്ക് പോവാണ്. വണ്ടിയിൽ എല്ലാവരും പാട്ടും ഡാൻസാണ്. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലല്ല. എന്തോ പറ്റി നല്ല കോളേജ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഇൻട്രോവേർട്ട് ടൈം മാറിയിട്ടുണ്ടോ എന്ന് ഡൗട്ടില്ലാഴുകയില്ല. ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടും ഒത്തിരി വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഗൈസ്. അതിനൊരു സങ്കടം ഇല്ലാഴുകയില്ല. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടോ. ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ മറക്കല്ലേ.